വൈറ്റ് ഹൌസിൽ സൗദി കിരീടാവകാശിയും പ്രധാനമന്ത്രിയുമായ മുഹമ്മദ് ബിൻ സൽമാന് വൻ വരവേൽപ്പ്. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി വിവിധ വിഷയങ്ങളിൽ അദ്ദേഹം കൂടിക്കാഴ്ച നടത്തും. പലസ്തീൻ രാഷ്ട്രത്തിന് വഴിയൊരുക്കാതെ ഇസ്രായേലുമായി ബന്ധമുണ്ടാകില്ലെന്ന് സൗദി അറേബ്യ US-നെ ചർച്ചയ്ക്ക് മുന്നോടിയായി അറിയിച്ചിരുന്നു. സൗദിക്ക് F-35 ഉൾപ്പെടെ പ്രതിരോധ പാക്കേജുകളും പ്രഖ്യാപിക്കാൻ സാധ്യതയുണ്ട്. സൗദി കിരീടാവകാശിയും പ്രധാനമന്ത്രിയുമായ മുഹമ്മദ് ബിൻ സൽമാനാണ് US-ൽ എത്തിയിരിക്കുന്നത്. ട്രംപുമായുള്ള കൂടിക്കാഴ്ചയുണ്ട്. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി വിവിധ വിഷയങ്ങളിലായിരിക്കും ചർച്ച നടക്കുകയെന്ന് മനസ്സിലാക്കുന്നു. പലസ്തീൻ രാഷ്ട്രത്തിന് വഴിയൊരുങ്ങാതെ ഇസ്രായേലുമായി ബന്ധമുണ്ടാകില്ലെന്ന് സൗദി നേരത്തെ തന്നെ അമേരിക്കയെ അറിയിച്ചിട്ടുണ്ട്. അതിനുശേഷമാണ് ഇപ്പോൾ സൽമാൻ രാജാവ് അമേരിക്കയിൽ എത്തിയിരിക്കുന്നത്. അഫ്താബ് റഹ്മാൻ ചേരുന്നുണ്ട്. അഫ്താബ്, വളരെ നിർണായകമായ ഒരു കൂടിക്കാഴ്ചയാണ്. നിലപാട് വ്യക്തമാക്കിക്കൊണ്ടാണ് സൽമാൻ രാജാവ് US-ൽ എത്തിയിരിക്കുന്നത്. എന്തൊക്കെ ചർച്ചകളായിരിക്കും നടക്കുക? ധന്യ, സൽമാൻ രാജാവല്ല, സൗദി കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാൻ രാജകുമാരാണ്. അതായത് രാജാവിന്റെ മകനും സൗദിയുടെ പ്രധാനമന്ത്രിയും കിരീടാവകാശിയുമാണ് ഇപ്പോൾ US-ലേക്ക് എത്തിയിരിക്കുന്നത്. ഇതിന് ഏറെ രാഷ്ട്രീയ പ്രാധാന്യമുണ്ട്. ഒന്നാമത്തെ രാഷ്ട്രീയ പ്രാധാന്യം എന്ന് പറയുന്നത് 2017 US-മായി ഉണ്ടായ വിവിധ പ്രശ്നങ്ങളിലെ രാഷ്ട്രീയ അഭിപ്രായ വ്യത്യാസങ്ങൾക്ക് ശേഷം ആദ്യമായാണ്, അതായത് ബൈഡൻ ഭരണകാലത്തുള്ള രാഷ്ട്രീയ ഭിന്നതയ്ക്ക് ശേഷം ആദ്യമായാണ് സൗദി കിരീടാവകാശി US-ലേക്ക് എത്തുന്നത് എന്നുള്ള പ്രത്യേകത ഈ സന്ദർശനത്തിനുണ്ട്. അതോടൊപ്പം തന്നെ US-ഉം സൗദി അറേബ്യയും തമ്മിൽ മുമ്പെങ്ങുമില്ലാത്ത വിധം സൗഹൃദത്തിലും അടുപ്പത്തിലുമാണ് നിലവിലുള്ളത്. അതിന് പ്രധാനപ്പെട്ട കാരണം നിലവിലെ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തന്നെയാണ്. അദ്ദേഹത്തിന് ഏറെ ഇഷ്ടമുള്ള രാജ്യം കൂടിയാണ്, പ്രത്യേകിച്ച് അദ്ദേഹത്തിന് ബിസിനസ് താല്പര്യമുള്ള രാജ്യം കൂടിയാണ് സൗദി അറേബ്യ. അത് നേരത്തെ അദ്ദേഹത്തിന്റെ സൗദി അറേബ്യയിലേക്കുള്ള സന്ദർശനം ഇക്കഴിഞ്ഞ മെയ് മാസത്തിലുള്ള സന്ദർശനത്തിൽ പ്രകടമായതാണ്. കാരണം ഇസ്രായേലിന്റെ പോലും ചില താല്പര്യങ്ങൾ മാറ്റിവെച്ചുകൊണ്ടാണ് അദ്ദേഹം സൗദി അറേബ്യയുമായി ചില ഇടപാടുകൾ നടത്തിയത്. സമാനമായ രീതിയിൽ തന്നെ ഇത്തവണത്തെ സന്ദർശനത്തിലും പ്രതീക്ഷിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം സൗദി അറേബ്യക്കുള്ള പ്രതിരോധ ആയുധ പാക്കേജുകളുടെ പ്രഖ്യാപനമാണ്. അത് ഉണ്ടാകുമോ എന്നുള്ളതാണ് ലോകം ഉറ്റുനോക്കുന്ന കാര്യം. അതിന് പ്രധാനമായും രാഷ്ട്രീയ പ്രാധാന്യം വരുന്നത് സൗദി അറേബ്യക്ക് അത്യാധുനിക ആയുധങ്ങൾ നൽകണമെങ്കിൽ അവർ ഇസ്രായേലുമായി നയതന്ത്ര ബന്ധത്തിലേക്കും ഒപ്പം സൗഹൃദത്തിലേക്കും പോകണമെന്നുള്ളതാണ് ട്രംപിന്റെ നേരത്തെയുള്ള നിലപാട്. പക്ഷേ ഒക്ടോബർ 7 ശേഷമുള്ള ഗസയിലെ സ്ഥിതി, വംശഹത്യ, ഇതെല്ലാം മുന്നിൽ കണ്ടുകൊണ്ട് സൗദി അറേബ്യ ഈ യാത്രക്ക് മുന്നേ തന്നെ അവരുടെ നിലപാട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതായത് ഇസ്രായേലുമായി നയതന്ത്ര ബന്ധത്തിന് തങ്ങളുടെ ഒരുക്കമാണ്, പക്ഷേ ഫലസ്തീനെ മറന്നുകൊണ്ട് അല്ലെങ്കിൽ ഫലസ്തീൻ രാഷ്ട്രത്തിലേക്കുള്ള വഴിയൊരുങ്ങാതെ ഇസ്രായേലുമായി നയതന്ത്ര ബന്ധം സാധ്യമല്ല എന്ന ഏറ്റവും വ്യക്തമായ രീതിയിൽ തന്നെ അറിയിച്ചുകൊണ്ടാണ് ഈ സന്ദർശനം എന്ന പ്രത്യേകത ഇത്തവണയുണ്ട്. മുൻപുള്ള സന്ദർശനങ്ങൾ അത്തരത്തിലായിരുന്നില്ല. കാരണം ഇസ്രായേലുമായി അടുപ്പത്തിലേക്ക് പോകുന്ന ഒരു ഘട്ടത്തിലായിരുന്നു സൗദി അറേബ്യ ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പോഴുള്ള രാഷ്ട്രീയ സാഹചര്യം, പശ്ചിമേഷ്യയിലെ സ്ഥിതിഗതികൾ, അത് ഒരു പക്ഷേ ഇസ്രായേലുമായി നയതന്ത്ര ബന്ധത്തിലേക്ക് പോയി കഴിഞ്ഞാൽ ഉണ്ടാകുന്ന മേഖലയിൽ ഉണ്ടാകാവുന്ന സുരക്ഷാ ഭീഷണി, ഇതെല്ലാം മുന്നിൽ കണ്ടുകൊണ്ട് ഫലസ്തീൻ രാഷ്ട്രത്തിലേക്കുള്ള വഴിയൊരുങ്ങാതെ തങ്ങൾക്ക് മുന്നോട്ട് പോകാനാകില്ല എന്ന് വ്യക്തമാക്കിക്കൊണ്ടുള്ള ഒരു യാത്രയാണെന്നുള്ള പ്രത്യേകത ഇത്രയുണ്ട്. അതുകൊണ്ട് തന്നെ നേരത്തെ ഇസ്രായേലുമായി ബന്ധമുണ്ടാക്കിയാൽ മാത്രം ലഭിക്കുമായിരുന്ന ആയുധങ്ങളുണ്ട്. അത് സൗദി അറേബ്യക്ക് ട്രംപ് ഇത്തവണ പ്രഖ്യാപിക്കുമോ എന്നുള്ളതാണ് എല്ലാവരും ഒറ്റുനോക്കുന്നത്. അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് F-35 യുദ്ധവിമാനങ്ങൾ. അത് ഈ പശ്ചിമേഷ്യയിൽ ഇസ്രായേൽ ഒഴികെ മറ്റാരുടെയും കൈവശം നിലവിലില്ല എന്ന് മാത്രമല്ല, കഴിഞ്ഞ 10 വർഷത്തോളമായി ഇസ്രായേൽ കൈവശം വെക്കുന്ന ആയുധമാണ്. അത് സൗദി അറേബ്യക്ക് അവരുമായി ബന്ധമില്ലാതെ ഏകപക്ഷീയമായി ട്രംപ് നൽകുമോ എന്നുള്ളതാണ് എല്ലാവരും കാത്തിരിക്കുന്ന ചോദ്യം. അതിൽ ട്രംപ് നേരത്തെ നിലപാട് പറഞ്ഞിട്ടുണ്ട്. അവർ F-35 ആഗ്രഹിക്കുന്നുണ്ട്, അത് കൂടുതലായി ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ട് താൻ അത് നൽകും അല്ലെങ്കിൽ അത് പരിഗണിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഏതെല്ലാം പ്രഖ്യാപനങ്ങളാണ് ഇനി വരാനിരിക്കുന്നതാണ് ലോകം ഉറ്റുനോക്കുന്നത്. എന്തായാലും ഒരു കാര്യം വ്യക്തമാണ്, ഇസ്രായേലുമായുള്ള ബന്ധത്തിലേക്ക് പോകാവുന്ന ഒരു പ്രഖ്യാപനം ഈ സന്ദർശനത്തിൽ പ്രതീക്ഷിക്കേണ്ടതില്ല, അതുണ്ടാകില്ല. എന്ന് മാത്രമല്ല, ഇസ്രായേൽ തന്നെയും ഫലസ്തീൻ രാഷ്ട്രത്തെ അംഗീകരിക്കാനാകില്ല എന്ന കിരീടാവകാശിയുടെ സന്ദർശനത്തിന് മുന്നോടിയായി ഇന്നലെയുള്ള ഐക്യരാഷ്ട്രസഭാ യോഗത്തിൽ തന്നെ അതിന് മുന്നോടിയായി തന്നെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ആ നിലക്കുള്ള ഒരു പ്രഖ്യാപനം ഉണ്ടാകാനിടയില്ല. അതേസമയം സൗദി അറേബ്യക്ക് നേരത്തെ പ്രഖ്യാപിച്ച വൻകിട ആയുധ പ്രഖ്യാപനങ്ങൾ ഉണ്ടാകുമോ എന്നുള്ളതാണ് ഉറ്റുനോക്കുന്നത്. അതിന് ട്രംപ് ഉപയോഗിക്കാൻ പോകുന്ന ഏക മാർഗം എക്സിക്യൂട്ടീവ് ഓർഡറുകളാണ്. കാരണം ഇസ്രായേലുമായി ബന്ധമില്ലാതെ US കോൺഗ്രസ് ഒരു നിലക്കും സൗദി അറേബ്യക്ക് ആയുധം നൽകാൻ സമ്മതിക്കില്ല. അതുകൊണ്ട് അത് മറികടക്കാൻ
ട്രംപ് അദ്ദേഹത്തിന്റെ അധികാരം ഉപയോഗിച്ചുകൊണ്ട് എക്സിക്യൂട്ടീവ് ഓർഡർ ഇറക്കിക്കൊണ്ട് സൗദി അറേബ്യക്ക് ആയുധങ്ങൾ നൽകുമോ എന്നുള്ളതാണ് ചോദ്യം. ഇനി അങ്ങനെ ഒരു എക്സിക്യൂട്ടീവ് ഓർഡർ ഇറങ്ങിയാൽ തന്നെ അതിനുള്ള ഒരു പരിമിതി എന്ന് പറയുന്നത് അടുത്തതായി വരുന്ന ഒരു US പ്രസിഡന്റ് വേണമെങ്കിൽ ഈ ഉത്തരവ് മരവിപ്പിക്കാനാകും. അതുകൊണ്ട് സൗദി അറേബ്യക്ക് ആയുധ കരാർ പ്രഖ്യാപിക്കുകയാണെങ്കിൽ തുടർന്ന് വരുന്ന ഭരണകൂടങ്ങൾക്ക് കൂടി അതിലേക്ക് ഒരു പൂർണ്ണമായ കരാറിലേക്ക് എത്താവുന്ന തരത്തിലായിരിക്കുമെന്ന് സൗദി അറേബ്യ ആവശ്യപ്പെട്ടിട്ടുണ്ട്. സൗദിയുടെ ഒരു പ്രധാനപ്പെട്ട രാജ്യം അമേരിക്ക തന്നെയാണ്. പക്ഷെ കഴിഞ്ഞ മാസം സൗദിയും ചൈനയും സംയുക്തമായിട്ട് നാവിക അഭ്യാസം നടത്തിയിരുന്നു. അത് അമേരിക്കയ്ക്ക് വലിയ ക്ഷീണം ഉണ്ടാക്കിയിട്ടുണ്ടോ, ഇല്ലെങ്കിൽ അതിലൊരു ആശങ്കയുണ്ടോ? അതുകൊണ്ടാണോ ഇത്തരം നീക്കത്തിലേക്ക് പോകുന്നത്? സാധാരണ വൈറ്റ് ഹൗസ് ഇത്തരം കാര്യങ്ങളൊന്നും പുറത്തു വിടാത്തത് കൂടിയാണ്. ഇത്തവണ അതും സംഭവിച്ചിരിക്കുന്നു എന്നതുള്ളത് കൂടി നോക്കിക്കാണേണ്ടതില്ലേ? തീർച്ചയായും. കാരണം അതിൽ എടുത്തു പറയേണ്ട ഒരു പ്രധാനപ്പെട്ട കാരണം കഴിഞ്ഞ ബൈഡൻ ഭരണകാലത്ത് സൗദി അറേബ്യയെ ഒറ്റപ്പെടുത്തിക്കൊണ്ട് പോകുന്ന ഒരു നിലപാടാണ് ബൈഡൻ ഭരണകൂടം സ്വീകരിച്ചിരുന്നത്. അതിന് പല രാഷ്ട്രീയ കാരണങ്ങൾ ബൈഡൻ ഉണ്ടായിരുന്നു. പക്ഷേ ആ കാലത്ത് സൗദി അറേബ്യ ഉപയോഗിച്ച ഒരു തന്ത്രം എന്ന് പറയുന്നത് ഇറാനുമായി സൗഹൃദത്തിലേക്ക് പോകുന്നത് ആ സമയത്താണ് എന്നുള്ളത് ഓർക്കണം. അതോടൊപ്പം തന്നെ ചൈനയുമായി വിവിധ ഇടപാടിലേക്ക് സൗദി അറേബ്യ പോകുന്ന ഘട്ടമുണ്ടായി. സ്വാഭാവികമായിട്ടും അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം പശ്ചിമേഷ്യയിലെ അവരുടെ ഏറ്റവും വലിയ സൗഹൃദ രാജ്യം കൂടിയാണ് സൗദി അറേബ്യ. ചൈനയുമായി അപ്പം തന്നെ റഷ്യയുമായി എല്ലാം സൗദി അറേബ്യ സൗഹൃദത്തിലേക്ക് പോയി കഴിഞ്ഞാൽ അത് മേഖലയിൽ US-നുള്ള സ്വാധീനം നഷ്ടപ്പെടുന്ന ഒരു ഘട്ടത്തിലേക്ക് പോകും. അതുകൊണ്ട് അത് നഷ്ടപ്പെടാൻ അനുവദിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ട്രംപിന്റെ ആദ്യ സന്ദർശനം സൗദി അറേബ്യയിലേക്ക് ഇത്തവണയും കഴിഞ്ഞ തവണയും അദ്ദേഹം ആദ്യം സന്ദർശിച്ച, അതായത് നയതന്ത്ര ആവശ്യത്തിന് സന്ദർശിച്ച രാജ്യം സൗദി അറേബ്യയാണ്. ഇത്തവണയും അദ്ദേഹം ആദ്യം സന്ദർശിച്ച രാജ്യം സൗദി അറേബ്യയാണ്. അത്രമാത്രം പ്രാധാന്യം സൗദി അറേബ്യക്ക് മേഖലയിൽ US നൽകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കൂടുതൽ പാക്കേജുകൾ പ്രഖ്യാപിക്കുമെന്നുള്ളത് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. കാരണം ചൈനയുമായി അടുപ്പത്തിലേക്ക് കൂടുതൽ സൗദി അറേബ്യ അടുപ്പിക്കാൻ US ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല. അവരുടെ രാഷ്ട്രീയ താല്പര്യത്തിന് വിരുദ്ധമായി അത് മാറുമെന്നുള്ളത് അവർക്കറിയാം. ചൈന തന്നെയും മേഖലയിൽ സ്വാധീനം ഉറപ്പിക്കാൻ നേരത്തെ ശ്രമിക്കുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മേഖലയിലുള്ള അപ്രമാദിത്വം നിലനിർത്താൻ സൗദി അറേബ്യക്ക് ഇഷ്ടമുള്ളത് എന്താണോ അത് നൽകുക എന്നുള്ളതായിരിക്കും US ശ്രമിക്കുക. പക്ഷെ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അതിന് ഉപാധിയായി നേരത്തെ US വെച്ചിരുന്ന പ്രധാനപ്പെട്ട കാര്യം ഇസ്രായേലുമായി ബന്ധത്തിലേക്ക് പോകണമെന്നുള്ളതാണ്. അത് സാധിക്കില്ല എന്ന് പ്രഖ്യാപിച്ച ഒരു സന്ദർശനം കൂടിയാണ്. ഇതിങ്ങനെ ഏത് രാഷ്ട്രീയ കൗതുകമുള്ള ഒരു സന്ദർശനമാണ്. ഇതോടൊപ്പം തന്നെ ഈ ആയുധ പാക്കേജിനൊപ്പം തന്നെ AI ഉൾപ്പെടെയുള്ള വിവിധ മേഖലയിലെ സഹകരണം കൂടി ഇത്തവണ പ്രഖ്യാപിച്ചേക്കും. വളരെ കൗതുകമുള്ള ഒപ്പം തന്നെ വളരെ നിർണായകമായിട്ടുള്ള കൂടിക്കാഴ്ചയാണ് US-ൽ നടക്കാനിരിക്കുന്നത്. ഉംറ തീർത്ഥാടകരുടെ ബസ് അപകട ദുരന്തത്തിൽ മരിച്ച 40-ലേറെ പേരെ തിരിച്ചറിയാനായി ഹൈദരാബാദ് സ്വദേശികൾ മദീനയിലെത്തി. ഇവർ DNA പരിശോധനയ്ക്കായി സാമ്പിളുകൾ കൈമാറിയിട്ടുണ്ട്. 20ഓളം പേരാണ് ഇന്നെത്തിയത്. തെലങ്കാന സർക്കാരിന്റെ ചിലവിൽ തെലങ്കാന മന്ത്രിയും മുൻ ക്രിക്കറ്റ് താരവുമായ മുഹമ്മദ് അസ്റുദ്ദീനൊപ്പമാണ് ബന്ധുക്കൾ എത്തിയത്. വാർത്തകളുടെ വിശദാംശങ്ങൾ തരും അഫ്താബ് റഹ്മാൻ. അഫ്താബ്, എന്തൊക്കെ നടപടികളാണ് ഇതിൽ ആളുകളെ തിരിച്ചറിയാനുള്ള നടപടികൾ എന്തൊക്കെയാണ് ആരംഭിച്ചിരിക്കുന്നത്? എത്ര പേരാണ് അങ്ങോട്ട് എത്തിയിരിക്കുന്നത്? സമീപകാലത്ത് സൗദി അറേബ്യയിൽ ഉണ്ടായ ഏറ്റവും പ്രധാനപ്പെട്ട അല്ലെങ്കിൽ ഏറ്റവും ശ്രദ്ധ നേടിയ ഒരു ദുരന്തം കൂടിയാണ് കഴിഞ്ഞ ദിവസം ഉണ്ടായത്. ഏതാണ്ട് 40-ലേറെ പേർ, ഇവരുടെ മരണ സംഖ്യ എത്രയാണെന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും ഒരു കൺഫ്യൂഷൻ നിലനിൽക്കുന്നുണ്ട്. അതിന് പ്രധാനപ്പെട്ട കാരണം നേരത്തെ ഉംറ ഏജൻസി അറിയിച്ചിരുന്ന പ്രകാരം ഈ ബസ്സിലുണ്ടായിരുന്നത്, അതായത് ഉംറക്കാരായ 43 പേരും ഡ്രൈവറും അടക്കം 44 പേരാണ്. പക്ഷേ ഇവരുടെ മൃതദേഹ കണക്ക് നോക്കുമ്പോൾ അതിൽ നിന്നും വ്യത്യസ്തമാണ് സ്ഥിതി. ഇപ്പോൾ നിലവിൽ നമുക്ക് ലഭ്യമായിരിക്കുന്ന പ്രകാരം 42 ഉംറ തീർത്ഥാടകർ ഈ ബസ്സിൽ നിന്നും പൊള്ളലേറ്റ് മരണപ്പെട്ടിട്ടുണ്ട്. ഒരാൾ രക്ഷപ്പെട്ടിട്ടുണ്ട്, അദ്ദേഹം സുഖം പ്രാപിച്ചു വരുന്നു. അങ്ങനെ 44-ാമത്തെ ആൾ ഈ ബസ്സിന്റെ സുഡാനി ആണ്, അദ്ദേഹവും മരണപ്പെട്ടിട്ടുണ്ട്. അതിന് പുറമെ 2 പേർ ഈ ഹൈദരാബാദ് സ്വദേശികളെ സന്ദർശിക്കാനായി UAE-യിൽ നിന്ന് എത്തുകയും ഈ ബസ്സിൽ അവരുടെ കൂടെ കയറുകയും സഞ്ചരിക്കുകയും ചെയ്തിട്ടുണ്ട്. അവരും ഇതിൽ പെട്ടോ എന്നുള്ളൊരു സംശയം ഇപ്പോൾ 20ഓളം പേരാണ് മദീനയിൽ എത്തിയിരിക്കുന്നത്. മരിച്ചവരെ തിരിച്ചറിയാനാണ് ഇവരുടെ ബന്ധുക്കൾ മദീനയിലേക്ക് എത്തിയത്. അതിന്റെ നടപടികളാണ് നടക്കുന്നത്. അഫ്താബ് റഹ്മാനാണ് വിശദാംശങ്ങൾ നൽകിയത്. മറ്റു വാർത്തകളിലേക്ക്. ബോയിങ്ങിനെയും എയർബസിനെയും മറികടക്കാൻ ചൈനീസ് കമ്പനിയായ കൊമാക് ആദ്യമായി ദുബായ് എയർ ഷോയിൽ. 2ാം ദിനം എയർബസുമായി $24 ബില്യൺ കരാറിൽ ഫ്ലൈ ദുബായ് ഒപ്പുവച്ചു. ഇതുവരെ ബോയിങ് വിമാനങ്ങൾ മാത്രമാണ് ഫ്ലൈ ദുബായ് ഉപയോഗിച്ചിരുന്നത്. ദുബായിൽ നിന്ന് അക്ഷയ് പേരാവൂർ ചേരുന്നു.
ദുബായ് എയർ ഷോ രണ്ടാം ദിനത്തിലേക്ക് എത്തി നിൽക്കുമ്പോൾ ഫ്ലൈ ദുബായ് തന്നെയാണ് ഇന്നത്തെ പ്രധാന വാർത്ത. $24 ബില്യൺ കരാർ ഫ്ലൈ ദുബായ് എയർ ബസ്സുമായി ചെയ്തിരിക്കുകയാണ്. ഇതിൻ്റെ ഒരു പ്രത്യേകത, ആദ്യമായിട്ടാണ് ഫ്ലൈ ദുബായ് എയർ ബസ്സുമായി ഒരു കരാറിലേക്ക് എത്തുന്നത്. ഇതുവരെ ബോയിങ് വിമാനങ്ങൾ മാത്രമാണ് ഫ്ലൈ ദുബായ് ഉപയോഗിച്ചിരുന്നത് എന്നുള്ളതാണ്. ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ ബോയിങ്ങിൻ്റെ പല വിമാനങ്ങളെക്കുറിച്ചും പല പരാതികളും ഉയർന്നു വന്നിരുന്നു. പിന്നാലെയാണ് ഇങ്ങനൊരു മാറ്റം എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. അതുകൂടാതെ ബോയിങ്ങിൻ്റെയും അതുപോലെ തന്നെ എയർബസിൻ്റെയും അപ്രമാദിത്യം തടയുന്നതിന് വേണ്ടി ചൈന രംഗത്തിറക്കിയ കൊമാക് എന്ന കമ്പനി ആദ്യമായി ദുബായ് എയർ ഷോയിൽ പങ്കാളികളായി എന്നുള്ളതാണ്. ഈ പറയുന്ന ബോയിങ്ങിൻ്റെയും അതുപോലെ തന്നെ എയർബസിൻ്റെയും പല മോഡലുകൾക്ക് കോമ്പറ്റീറ്റ് ചെയ്യുന്ന മത്സരിക്കുന്ന തരത്തിലാണ് കൊമാക്കിൻ്റെ പല വിമാനങ്ങളും എത്തിയിരിക്കുന്നത്. ഈ ലോക വിപണിയിൽ ലോകത്തെ ഏറ്റവും കൂടുതൽ ആളുകൾ പങ്കെടുക്കുന്ന ഒരു എയർ ഷോ എന്നുള്ള നിലയിൽ, ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നും പല പ്രമുഖരും പങ്കെടുക്കുന്ന ഒരു എയർ ഷോ എന്നുള്ള നിലയിൽ ഈ പറയുന്ന തങ്ങളുടെ വിമാനങ്ങൾ ഷോക്കേസ് ചെയ്യാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അവസരമാണ് കൊമാക്കിന് ഈ ഒരു ദുബായ് എയർ ഷോ നൽകുന്നത്. അതുകൂടാതെ രണ്ടാം ദിനം ആദ്യമായി ദുബായ് എയർ ഷോയുടെ ചരിത്രത്തിൽ തന്നെ ആദ്യമായി രാത്രി ഒരു ഡ്രോൺ ഷോ, മനോഹരമായ ഡ്രോൺ ഷോ സംഘടിപ്പിക്കുന്നു എന്നുള്ളൊരു പ്രത്യേകത കൂടിയുണ്ട്. കാരണം 5 ദിവസങ്ങളിലായി നടക്കുന്ന ദുബായ് എയർ ഷോ സാധാരണഗതിയിൽ വൈകുന്നേരം 5 മണിയോടുകൂടി സമാപിക്കും. എന്നാൽ ഇന്ന് രണ്ടാം ദിനം ഏതാണ്ട് രാത്രി 9 മണി വരെ ദുബായ് എയർ ഷോ നീണ്ടു നിൽക്കുന്നു എന്നുള്ളതാണ്. സന്ദർശകരുടെ വലിയൊരു പ്രവാഹം തന്നെയാണ് ഇങ്ങോട്ട് വരുന്നത്. ഏതാണ്ട് 1,50,000 സന്ദർശകർ ഈ 5 ദിവസങ്ങളിലായി ഈ ഭാഗത്തെത്തും, ദുബായ് എയർ ഷോയിൽ എത്തും എന്നുള്ളത് തന്നെയാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. ദുബായ് എയർ ഷോ വേദിയിലേക്ക് എത്തുന്നതിന് കിലോമീറ്ററുകൾ മുൻപ് തന്നെ ആകാശത്ത് വലിയ പ്രകടനങ്ങൾ നടക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. രണ്ടാം ദിനമായി ഇന്നും വലിയ സംഘങ്ങളുടെ നേതൃത്വത്തിൽ, വിവിധ രാജ്യങ്ങളുടെ നേതൃത്വത്തിൽ വലിയ പ്രകടനങ്ങൾ തന്നെയാണ് ഉണ്ടായത്. അത് കൊമേഴ്ഷ്യൽ ആണെങ്കിലും അതുപോലെ തന്നെ സൈനിക വിമാനങ്ങളുടെ കാര്യത്തിലാണെങ്കിലും. This year it was really special. We have new players in the market, the Chinese, the Russian, some new stuff to break the Boeing Airbus monopoly in the market. So it's really impressive. Mac Airbus Boeing വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ അവർ നല്ല എയർക്രാഫ്റ്റ് മാനുഫാക്ചറിങ് കമ്പനിയാണ് ചൈനയിൽ. അവരിവിടെ ദുബായിൽ ഫസ്റ്റ് ടൈമാണ് ലോഞ്ച് വന്നിട്ടുള്ളത് ദുബായ് എയർ ഷോക്ക്. അവിടെ ഇൻറ്റേർണൽ ചെക്ക് ചെയ്യാണ്, ഇൻറ്റീരിയർ ക്യാബിൻസ് ഒക്കെ വളരെ എഫിഷ്യൻ്റ് ആണ്, സേഫ്റ്റി അതൊക്കെ നോക്കുകയാണെങ്കിൽ ഹൈലി എക്യുപ്ഡ് ആണ്. അവർ ബാക്കിയുള്ള എയർബസ് ബോയിങ് മാനുഫാക്ചറിങ് ജയൻസുമായി കമ്പയർ ചെയ്യാൻ കെൽപ്പുള്ള ആൾക്കാരാണ്. ഉറപ്പായിട്ടും മാർക്കറ്റ് ഫ്യൂച്ചർ മിഡിൽ ഈസ്റ്റ് മാർക്കറ്റ് കവർ ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ചെറിയ എയർക്രാഫ്റ്റുകൾ മുതൽ വമ്പൻ ബോംബർ വിമാനങ്ങൾ വരെയുള്ള പ്രദർശനം അക്ഷരാർത്ഥത്തിൽ സന്ദർശകരെ അമ്പരപ്പിക്കുന്നത് തന്നെയാണ്. ഇത്തിഹാദ് അതുപോലെ തന്നെ ഗൾഫ് എയർ തുടങ്ങിയ പല എയർലൈനുകളും ബോയിങ്ങും അതുപോലെ തന്നെ എയർബസുമായിട്ടൊക്കെ പല കരാറുകളിലും ഒപ്പിട്ടുകൊണ്ടിരിക്കുകയാണ്. വരും ദിവസങ്ങളിലും ലോകത്തെ തന്നെ ഈ വ്യോമയാന മേഖലയിൽ വലിയ മാറ്റങ്ങൾക്ക് സാധ്യമാകുന്ന തരത്തിലുള്ള തീരുമാനങ്ങൾ ഈ ഒരു എയർ ഷോയിൽ നിന്ന് ഉണ്ടാകും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. ദുബൈയിൽ നിന്ന് യാസിർ അറഫാത്തിനൊപ്പം അക്ഷയ് പെരാവൂർ, മീഡിയ വൺ. ഖത്തറിൽ നടക്കുന്ന അണ്ടർ 17 ലോകകപ്പിന്റെ ക്വാർട്ടർ ചിത്രം തെളിഞ്ഞു. കരുത്തരായ ബ്രസീൽ, ഇറ്റലി, പോർച്ചുഗൽ ടീമുകൾ അവസാന 8ലേക്ക് പ്രവേശിച്ചു. കളി നടക്കുന്ന ദോഹയിലെ ആസ്ഫീർ സോണിൽ നിന്ന് അബ്ബാസ് മുഹമ്മദ് ചേരുന്നു. അബ്ബാസ്, അണ്ടർ 17 ലോകകപ്പ് അതിന്റെ ക്വാർട്ടർ ഫൈനലിലേക്ക് കടക്കുകയാണ്. ഏതൊക്കെ ടീമുകളാണ്, എത്രത്തോളം തയ്യാറെടുപ്പുകളാണ്? പ്രീ ക്വാർട്ടർ ഫൈനലിൻ്റെ ഏറ്റവും അവസാനത്തെ പോരാട്ടമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് മൊറോക്കോയും മാലിയും തമ്മിലാണ്. 1-3 ഗോളുകൾക്ക് മൊറോക്കോ മുന്നിലാണ്. ഇന്ന് ഈ മൊറോക്കോ കൂടി ക്വാർട്ടറിലേക്ക് പ്രവേശിച്ച് കഴിയുന്നതോടുകൂടെ ക്വാർട്ടർ ഫൈനലിലേക്ക് ആരെല്ലാം എത്തി എന്നുള്ളതിൻ്റെ സമ്പൂർണ്ണ ചിത്രം വ്യക്തമാകും. ഇന്ന് എല്ലാ പ്രീ ക്വാർട്ടർ മത്സരങ്ങളും ഇന്നാണ് നടന്നത്. 8 മത്സരങ്ങൾ നടന്നു. ആദ്യത്തെ മത്സരം ബുർക്കിന ഫാസോയും യുഗാണ്ടോയും തമ്മിലായിരുന്നു. ബുർക്കിന ഫാസോ എന്ന് പറയുന്ന ഒരു കുഞ്ഞൻ രാഷ്ട്രം യുഗാണ്ടയെ കീഴ്പ്പെടുത്തി എന്നുള്ളതാണ് ഇന്നത്തെ അട്ടിമറിയോടെയാണ് ഇന്നത്തെ ഒരു പ്രീ ക്വാർട്ടർ മത്സരങ്ങൾക്ക് തുടക്കമായത്. നിലവിലെ ചാമ്പ്യന്മാരായ ജർമ്മനിയെ നോക്കൌട്ട് റൗണ്ട് തകർത്താണ് ബുർക്കിന ഫാസോ പ്രീ ക്വാർട്ടറിലേക്ക് മാർച്ച് ചെയ്തിരുന്നത്. അവർ ക്വാർട്ടറിലേക്ക് യുഗാണ്ടയെ തോൽപ്പിച്ച് കയറുന്നു. പ്രാഥമിക റൗണ്ടിൽ ഫ്രാൻസിനെ തോൽപ്പിച്ച ടീമായിരുന്നു യുഗാണ്ട. അത് ഒന്നാമത്തെ മത്സരമായിരുന്നുവെങ്കിൽ രണ്ടാമത്തെ മത്സരം ഇറ്റലിയും ഉസ്ബെക്കിസ്ഥാനും തമ്മിലായിരുന്നു. ഏഷ്യയിൽ നിന്നുള്ള ഉസ്ബെക്കിസ്ഥാനെ 2-3 ഗോളുകൾക്കാണ് യൂറോപ്യൻ കരുത്തരായ ഇറ്റലി കീഴ്പ്പെടുത്തിയത്. മൂന്നാമത്തെ മത്സരം മെക്സിക്കോയും അതുപോലെ പോർച്ചുഗലും തമ്മിലായിരുന്നു.
വലയിലായിരുന്നു. മെക്സിക്കോയുടെ വലയിലേക്ക് 5 ഗോളുകൾ അടിച്ച് കയറ്റിയാണ് ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ പിന്മുറക്കാർ പറങ്കിപ്പട ജയിച്ചു കയറിയത്. ഇതാണ് ഇന്നത്തെ ഏറ്റവും വലിയ വിജയം എന്ന് പറയുന്നതും. എതിരില്ലാത്ത 5 ഗോളുകൾക്ക് മെക്സിക്കോ പോർച്ചുഗലിനെ പരാജയപ്പെടുത്തുന്നു. അടുത്തതായിട്ട് ഈ പ്രീക്വാർട്ടർ മത്സരത്തിലെ ഏറ്റവും ഹൈ ടെൻഷൻ പോരാട്ടം എന്ന് പറയുന്നത് ബ്രസീലും അതുപോലെ ഫ്രാൻസും തമ്മിലുള്ളതായിരുന്നു. ഈ ബ്രാൻസിന് 1 ഗോളിന് പിന്നിൽ നിന്ന ഫ്രാൻസ് തിരിച്ചടിച്ച് 1-1 സമനില പിടിക്കുന്നു. പിന്നീട് കളി ഷൂട്ടൗട്ടിലേക്ക് നീങ്ങുന്നു. അങ്ങനെ ബ്രസീൽ വിജയം പിടിച്ചടക്കുന്നു എന്നുള്ളതായിരുന്നു ഈ മത്സരത്തിൻ്റെ സവിശേഷത. നിരവധി ബ്രസീൽ ആരാധകരാണ് ഈ കളി കാണാനായി ഇവിടെ എത്തിയിരുന്നത്. ലോക ഫുട്ബോളിലെ ഏറ്റവും വലിയ ആരാധകരുള്ള രാഷ്ട്രം കൂടിയായ ബ്രസീൽ മഞ്ഞപ്പട ക്വാർട്ടറിലേക്ക് മാർച്ച് ചെയ്തു. തൊട്ടടുത്ത് സ്വിറ്റ്സർലൻഡ് അയർലൻഡ് മത്സരം നടന്നു. ഈ മത്സരത്തിൽ 3-1 സ്വിറ്റ്സർലൻഡ് ജയിച്ചു കയറി. ജപ്പാനും അതുപോലെ നോർത്ത് കൊറിയയും തമ്മിലുള്ള മത്സരവും പെനാൽറ്റി ഷൂട്ടൗട്ടിലേക്ക് പോയി. 1-1 സമനിലയായ ശേഷം പിന്നീട് ഷൂട്ടൗട്ടിൽ വിധി നിർണ്ണയിക്കപ്പെട്ടു. ജപ്പാൻ ക്വാർട്ടറിലേക്ക് മാർച്ച് ചെയ്തു. ഓസ്ട്രേലിയയും ഇംഗ്ലണ്ടും തമ്മിലുള്ള മത്സരം ഇംഗ്ലണ്ട് കരുത്തരായിരുന്നു. പക്ഷേ എതിരില്ലാത്ത 4 ഗോളുകൾക്കാണ് ഓസ്ട്രിയ ഇംഗ്ലണ്ടിനെ തകർത്ത് കളഞ്ഞത്. ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന മത്സരം മൊറോക്കോയും മാലിയും തമ്മിലുള്ള മത്സരമാണ്. നിരവധി ആരാധകരാണ് മൊറോക്കോയുടേതായിട്ട് ഇവിടെ എത്തിയിട്ടുള്ളത്. 1-3 ഗോളുകൾക്ക് നിലവിൽ മൊറോക്കോ മുന്നിലാണ്. മൊറോക്കോയും ക്വാർട്ടറിലേക്ക് പ്രവേശിക്കും. കളി തീരാൻ ഇനി ഏതാനും നിമിഷങ്ങളുടെ ഒരു ആയുസ് മാത്രമേ ഉള്ളൂ. ഈ മൊറോക്കോ കൂടി ക്വാർട്ടറിലേക്ക് മാർച്ച് ചെയ്യുന്നതോടുകൂടെ അണ്ടർ-17 ലോകകപ്പിൽ ക്വാർട്ടർ ചിത്രം സമ്പൂർണ്ണമായി തെളിയുന്നു. ധന്യ. മുഹമ്മദ് അബ്ബാസാണ് വിവരങ്ങൾ നൽകിയത്. ഫുട്ബോൾ ആവേശത്തിലാണ് ഖത്തർ. പലസ്തീനിലെ വെടിനിർത്തൽ പാലിക്കപ്പെടുന്നതിനായി അന്താരാഷ്ട്ര സമൂഹം ഇസ്രായേലിനുമേൽ സമ്മർദ്ദം ചെലുത്തണമെന്ന് ഒമാൻ. പലസ്തീനിലെ പൗരന്മാരുടെ സംരക്ഷണം ഉറപ്പാക്കാൻ വെടിനിർത്തൽ അനിവാര്യമാണെന്ന് ഒമാൻ വിദേശകാര്യമന്ത്രി സയ്യിദ് ബദർ ബിൻ ഹമദ് അൽ ബുസൈദി പറഞ്ഞു. ഒമാൻ വിദേശകാര്യ മന്ത്രാലയം ഡിപ്ലോമാറ്റിക് ക്ലബിൽ സംഘടിപ്പിച്ച വാർഷിക യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഒമാനിലെ അംബാസിഡർമാരും നയതന്ത്ര പ്രതിനിധി മിഷനുകളുടെയും അന്താരാഷ്ട്ര സംഘടനകളുടെയും മേധാവികളും യോഗത്തിൽ സംബന്ധിച്ചു. യുഎഇയിലെ കുറഞ്ഞ വരുമാനക്കാർക്ക് ആശ്വാസം. ബാങ്കുകൾ വ്യക്തിഗത വായ്പകൾ നൽകുന്നതിന് ഏർപ്പെടുത്തിയിരുന്ന ദീർഘകാലത്തെ മിനിമം ശമ്പള നിബന്ധന യുഎഇ സെൻട്രൽ ബാങ്ക് എടുത്തുമാറ്റി. യുഎഇയിൽ നേരത്തെ 5000 ദിർഹം ഉണ്ടായിരുന്ന പരിധി ഇനി മുതൽ ഓരോ ബാങ്കിനും അവരുടെ ആഭ്യന്തര നയങ്ങൾക്കനുസരിച്ച് തീരുമാനിക്കാം. ഇതോടെ കുറഞ്ഞ വേതനക്കാരായ തൊഴിലാളികൾ, യുവപ്രവാസികൾ ഉൾപ്പെടെയുള്ള സാധാരണക്കാർക്ക് ക്യാഷ് ഓൺ ഡിമാൻഡ് അടക്കമുള്ള സാമ്പത്തിക സേവനങ്ങൾ എളുപ്പത്തിൽ നേടാൻ സാധിക്കും. രാജ്യത്തെ എല്ലാവർക്കും സുരക്ഷിതവും നിയന്ത്രിതവുമായ ബാങ്കിംഗ് സൗകര്യങ്ങൾ ഉറപ്പാക്കുന്നതിന്റെ ഭാഗമായാണ് നടപടി. കൂടാതെ ഈ അക്കൗണ്ടുകൾ സെൻട്രൽ ബാങ്കിന്റെ വേജ് പ്രൊട്ടക്ഷൻ സിസ്റ്റവുമായി ബന്ധിപ്പിക്കുന്നതിനാൽ ശമ്പളം ലഭിക്കുന്ന ഉടൻ തന്നെ വായ്പയുടെ ഗഡുക്കൾ ഓട്ടോമാറ്റിക്കായി കുറയ്ക്കുന്നതിനുള്ള സംവിധാനവും നിലവിൽ വരും. മീഡിയ 1 ദുബായ്. ക്ലൗഡ് പ്ലെയറിലെ സാങ്കേതിക പ്രശ്നത്തെ തുടർന്ന് കുവൈറ്റിലെ നിരവധി വെബ്സൈറ്റുകൾ താൽക്കാലികമായി പ്രവർത്തനം തടസ്സപ്പെട്ടു. വെബ്സൈറ്റുകൾക്കും മറ്റ് ഓൺലൈൻ പ്ലാറ്റ്ഫോമുകൾക്കുമായി പ്രധാന സാങ്കേതിക സേവനങ്ങൾ വാഗ്ദാനം ചെയ്യുന്ന ഇന്റർനെറ്റ് ഇൻഫ്രാസ്ട്രക്ചർ പ്ലാറ്റ്ഫോമാണ് ക്ലൗഡ് പ്ലെയർ. സാങ്കേതിക പ്രശ്നത്തെ തുടർന്ന് ഓപ്പൺ എഐയുടെ ChatGPTയുടെ സേവനങ്ങളും ചില വാർത്താ സൈറ്റുകളും ആപ്പുകളും നേരത്തെ ലഭ്യമായിരുന്നില്ല. സാങ്കേതിക പ്രശ്നം പരിഹരിച്ചതോടെ സേവനങ്ങൾ സാധാരണ നിലയിലേക്ക് മടങ്ങി. സൗദിയിൽ തൊഴിൽ നിയമ എക്സിക്യൂട്ടീവ് ചട്ടലംഘനങ്ങൾക്കുള്ള പിഴകളിൽ മാറ്റം വരുത്തി മാനവ വിഭവശേഷി മന്ത്രാലയം. ലംഘനങ്ങൾക്ക് 500 മുതൽ 3 ലക്ഷം റിയാൽ വരെ പിഴ ഈടാക്കും. നിയമനം, വനിതാ ജീവനക്കാരുടെ ആനുകൂല്യങ്ങൾ, തൊഴിലിടത്തിലെ പെരുമാറ്റം എന്നീ മേഖലകളിൽ ലംഘനങ്ങൾ ഉണ്ടായാൽ പിഴ ചുമത്തും. മാനവ വിഭവശേഷി സാമൂഹിക വികസന മന്ത്രാലയമാണ് പുതിയ വ്യവസ്ഥകൾ ചേർത്ത് സാമ്പത്തിക പിഴകളിൽ മാറ്റം വരുത്തിയത്. തൊഴിൽ നിയമത്തിലെയും അതിന്റെ എക്സിക്യൂട്ടീവ് ചട്ടങ്ങളിലെ ലംഘനങ്ങൾക്കുമുള്ള പിഴകളാണ് പരിഷ്കരിച്ചത്. വനിതാ ജീവനക്കാർക്ക് അനുവദിച്ച പ്രസവാവധി പാലിക്കാതിരിക്കുന്നത് ഗുരുതര നിയമലംഘനത്തിൽ ഉൾപ്പെടുത്തി. ഇതിനുള്ള പിഴ സ്ഥാപനത്തിലെ മൊത്തം വനിതാ ജീവനക്കാരുടെ എണ്ണത്തെ 1000 കൊണ്ട് ഗുണിച്ചായിരിക്കും നിശ്ചയിക്കുക. 50-ൽ കൂടുതൽ വനിതാ ജീവനക്കാരുള്ള സ്ഥാപനത്തിൽ ചൈൽഡ് കെയർ സൗകര്യമൊരുക്കാതിരുന്നാൽ 3000 റിയാലും, ജോലിസ്ഥലത്തെ പെരുമാറ്റലംഘന കേസുകൾ അന്വേഷിക്കാതിരിക്കുകയും നടപടി സ്വീകരിക്കാതിരിക്കുകയും ചെയ്താൽ 1000 മുതൽ 3000 റിയാലും, അനുമതിയില്ലാതെ റിക്രൂട്ട്മെന്റ്, ഔട്ട്സോഴ്സിംഗ് എന്നിവ നടത്തിയാൽ 2 ലക്ഷം മുതൽ 2.5 ലക്ഷം റിയാലും, വസ്ത്രധാരണ നിയമം ലംഘിക്കുന്ന ജീവനക്കാർക്കെതിരെ നടപടിയെടുക്കാതിരുന്നാൽ 3 ലക്ഷം റിയാലും പിഴ വീഴും. ലൈസൻസ് ഇല്ലാതെ സ്വദേശിയെ നിയമിച്ചാൽ 2 ലക്ഷവും, മറ്റൊരാളുടെ കീഴിൽ ജീവനക്കാരെ തൊഴിലെടുപ്പിച്ചാൽ 10,000 മുതൽ 20,000 റിയാൽ വരെയും പിഴ ചുമത്തും. നൌഷാദ് റിക്കൂർ, മീഡിയ 1, ദമാം.
സൗദിയിലെ ജീസാനിൽ കൂറ്റൻ വിനോദസഞ്ചാര പദ്ധതിക്ക് തുടക്കമാവുന്നു. 20 കോടി റിയാലിന്റെ വാട്ടർ സിറ്റിയാണ് നിർമ്മിക്കുക. നിർമ്മാണ കമ്പനിയുമായി മുനിസിപ്പാലിറ്റി കരാറിൽ ഒപ്പുവച്ചു. 1,13,000 ചതുരശ്ര മീറ്റർ വിസ്തൃതിയിലാണ് ജീസാൻ തീരത്ത് ഭീമൻ വിനോദ പദ്ധതി ഒരുക്കുന്നത്. നിർമ്മാണം പൂർത്തിയാകുന്നതോടെ രാജ്യത്തെ ഏറ്റവും വലിയ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലൊന്നായി പദ്ധതി മാറും. റിയാദിലെ സിറ്റിസ്കോപ്പ് ഗ്ലോബൽ 2025 എക്സിബിഷനിലാണ് പദ്ധതി പ്രഖ്യാപിച്ചത്. അൽ അവാലി റിയൽ എസ്റ്റേറ്റ് കമ്പനിക്ക് കീഴിലാണ് നിർമ്മാണം പൂർത്തിയാക്കുക. ജലവിനോദ സവാരികൾ, മാരിടൈം മ്യൂസിയം തുടങ്ങി വ്യത്യസ്ത വിനോദാനുഭവങ്ങൾ പദ്ധതിയിലൊരുക്കും. $200 മില്യൺ റിയാലിന്റെ നിക്ഷേപത്തിലൊരുങ്ങുന്ന ജീസാൻ വാട്ടർ സിറ്റി മറൈൻ വിനോദസഞ്ചാര മേഖലയ്ക്ക് പുതിയ അനുഭവങ്ങൾ സമ്മാനിക്കും. മീഡിയ 1 ജിദ്ദ. വ്യോമയാന മേഖലയിലെ ക്രിമിനൽ നിയമങ്ങളിലെ പോരായ്മകൾ ചൂണ്ടിക്കാട്ടി മലയാളി വിദഗ്ധൻ എഴുതിയ ഇംഗ്ലീഷ് പുസ്തകം ഷാർജ പുസ്തകോത്സവത്തിൽ പ്രകാശനം ചെയ്തു. ഒമാൻ എയർ ഇന്ത്യ തുടങ്ങിയ വിമാന കമ്പനികളിൽ പതിറ്റാണ്ടുകൾ ജോലി ചെയ്ത തിരുവനന്തപുരം സ്വദേശി ശരത് കുമാർ പച്ചയിലാണ് പുസ്തകം പുറത്തിറക്കിയത്. ഏവിയേഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഉണ്ടാകുന്ന ആക്സിഡൻസും ഇൻസിഡൻസും ഒക്കെ കൺട്രി റൂൾസ് വെച്ചോ അവർക്ക് പ്രത്യേക പ്രൊസീജിയേഴ്സ് ഉണ്ട് അന്വേഷിക്കാനായിട്ട്. പക്ഷേ ക്രിമിനോളജി എന്ന് പറയുന്നൊരു സാധനം അതിനകത്തില്ല. നോർമലി ഉള്ള സൈക്കോളജിക്കൽ ഇൻവെസ്റ്റിഗേഷൻസും ക്രൈം ഇൻവെസ്റ്റിഗേഷൻസുമാണ് സാധാരണ ഇതുമായിട്ട് ബന്ധപ്പെട്ട് നടക്കാറുള്ളത്. പക്ഷേ യഥാർത്ഥത്തിലുള്ളൊരു ബ്ലൈൻഡ് സ്പോട്ട് അതിനകത്തുണ്ട്. സൈക്കോളജിക്കൽ ഇഷ്യൂസ് ഉള്ള പൈലറ്റ്സും ക്രൂവും ഒക്കെ ഹാൻഡിൽ ചെയ്ത് ഒരുപാട് ആൾക്കാരുടെ ജീവൻ അപഹരിക്കുന്ന വളരെ വളരെ വലിയ ഇൻസിഡൻസ് നമ്മൾ ഒരുപാട് കണ്ടിട്ടുള്ളതാണ്. യൂറോവിങ്സിൻ്റെ ഇൻസിഡൻറ്റ് ഒരു വളരെ വലിയ എക്സാമ്പിളാണ്. പൈലറ്റ് സൂയിസൈഡ് ഇൻസൈഡ് ദ ക്യാബിൻ ആൻഡ് 149 പീപ്പിൾ, ഇന്നസെൻറ്റ് പീപ്പിൾ ഡൈറ്റ്. അതൊരു വേൾഡ് വൈഡ് പൈലറ്റ് സൂയിസൈഡായിട്ട് കാണുകയാണ് ഉണ്ടായത്. പക്ഷേ ഇറ്റ് ഈസ് ആക്ച്വലി എ ഹോമിസൈഡ് കേസ്. 40 കൂടുതൽ സൈക്കോളജിസ്റ്റുകൾ അല്ലെങ്കിൽ സൈക്കാട്രിസ്റ്റുകൾ സർട്ടിഫൈ ചെയ്ത ഒരു മാനസികമായിട്ട് പ്രശ്നമുള്ള ഒരാളാണ് പൈലറ്റ്. അയാൾ എങ്ങനെ ആ സീറ്റിൽ കയറിപ്പറ്റി എന്നതാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ബ്ലൈൻഡ് സ്പോട്ട്. അത് ലോകത്തൊരാളും അതിനൊരു ഡെയർ എടുത്തില്ലെങ്കിൽ കണ്ടെത്താൻ പറ്റൂല എന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കിയത് കൊണ്ടാണ് ഇത്രയും നാളത്തെ റിസർച്ച് കൊണ്ട് ഇങ്ങനെ ഒരു സബ്ജക്റ്റ് ഐ എം ഗിവിംഗ് ടു ദ ആസ് എ ഗൈഡ് ലൈൻ ടു ഓൾ ദ ഏവിയേഷൻ ഇൻഡസ്ട്രി. 6 ഭൂഖണ്ഡങ്ങളിലെ 60 രാജ്യങ്ങളിലെ 66 വിദ്യാർത്ഥികൾ ചേർന്നെഴുതിയ പുസ്തകം ഷാർജ അന്താരാഷ്ട്ര പുസ്തകമേളയിൽ പുറത്തിറങ്ങി. ഒരു മലയാളി ലൈബ്രറിയനാണ് ഈ അപൂർവ പുസ്തകത്തിന് പിന്നിൽ. കണ്ണൂർ സ്വദേശി AO രഘുനാഥനാണ് വിവിധ രാജ്യങ്ങളിലെ വിദ്യാർത്ഥികളെ ഏകോപിപ്പിച്ച് പുസ്തകം തയ്യാറാക്കിയത്. പുസ്തകത്തിന്റെ റോയൽറ്റി യുനെസ്കോയ്ക്ക് കൈമാറാനാണ് ലക്ഷ്യം. ജനവാസമുള്ള 6 വൻകരകളും അതിൽ നിന്നുള്ള 60 രാജ്യങ്ങളാണ്. 60 രാജ്യങ്ങളിലുള്ള കുട്ടികൾ എഴുതിയ ഷോർട്ട് സ്റ്റോറീസ്. അതുപോലെ തന്നെ എനിക്കറിയാത്ത ആളുകളാണിവർ. ഈ എഴുതിയിരിക്കുന്ന കുട്ടികളിൽ UAE-യിലുള്ള സെലക്ട് ചെയ്ത സ്റ്റോറി അല്ലാതെ മറ്റുള്ള സ്റ്റോറി എഴുതിയിരിക്കുന്ന കുട്ടികളെ ആരും ഞാൻ നേരിട്ട് കണ്ടിട്ടില്ല. ഞാനിത് അവർക്ക് ഒരു തീം കൊടുത്തിട്ട് എഴുതിച്ചതാണ്. 1.5 വർഷമെടുത്തു ഇത് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് തുടങ്ങാനുള്ള പ്രധാനപ്പെട്ട ഒരു കാരണം ആസ് എ ലൈബ്രറിയൻ എനിക്ക് ഇങ്ങനെയുള്ള ഒരു പുസ്തകം, ഒരു റിസോഴ്സ് എൻ്റെ അന്വേഷണത്തിൽ കിട്ടിയില്ല. അത് സ്റ്റോറി ഫോമാറ്റിൽ നമുക്ക് മറ്റുള്ള രാജ്യങ്ങളുടെ കൾച്ചറൽ ഡൈവേഴ്സിറ്റി കാര്യങ്ങൾ കണ്ടെത്താനുള്ള ഒരു ശ്രമം. അതിലെനിക്കൊരു 10 രാജ്യങ്ങളുടെയൊക്കെയാണ് കിട്ടിയിരുന്നത്. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ എനിക്ക് തോന്നി എന്തുകൊണ്ട് എനിക്കിത് ചെയ്തുകൂടാ. 2023 റോമിൽ ഒരു കോൺഫറൻസ് പങ്കെടുക്കാൻ പോയും അത് കഴിഞ്ഞ് ഞാൻ ആ സമയത്ത് അവിടുത്തെ ഒഫീഷ്യലുമായി ബന്ധപ്പെട്ട് അവരോടൊക്കെ ഇങ്ങനെയുള്ള ഈ കാര്യം എൻ്റെ ഈ പ്രൊജക്റ്റ് സംബന്ധിച്ച് പറഞ്ഞപ്പോൾ അവരൊക്കെ വളരെ അപ്രീഷിയേറ്റ് ചെയ്ത് എന്നോട് മുന്നോട്ട് പോകാൻ പറഞ്ഞു. അങ്ങനെ അതായിരുന്നു എൻ്റെ ഒരു ബേസ്. മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷൻ യുനെസ്കോയ്ക്ക് റെക്കമെൻഡ് ചെയ്യുന്നു. എൻ്റെ റോയൽറ്റി ഞാൻ യുനെസ്കോയ്ക്ക് ഡൊണേഷനായിട്ട് തരാൻ വേണ്ടിയിട്ട് തയ്യാറാണ്. നാട്ടിലെവിടെയാണ്? ഞാൻ നാട്ടിൽ കണ്ണൂരാണ്. UAE-യിൽ 18 വർഷമായി സ്കൂൾ ലൈബ്രറിയനായിട്ടാണ് ജോലി ചെയ്യുന്നത്. ജെംസ് എഡ്യൂക്കേഷനിലെ ജെംസ് മോഡേൺ അക്കാദമിയിലാണ്.
ചാലിയാർ ദോഹയുടെ 10ാം വാർഷികാഘോഷത്തിന്റെ ഭാഗമായി സംഘടിപ്പിക്കുന്ന ചാലിയാർ ഉത്സവം വെള്ളിയാഴ്ച നടക്കും. ചാലിയാർ തീരത്തെ വിവിധ പഞ്ചായത്തുകളിൽ നിന്നുള്ള കലാപരിപാടികൾ അരങ്ങേറും. സംഗീത നിശയും ഒരുക്കിയിട്ടുണ്ട്. ദോഹ ഉക്കൈറിലെ നോബിൾ ഇന്റർനാഷണൽ സ്കൂൾ ഓഡിറ്റോറിയത്തിൽ വൈകിട്ട് 4 മുതലാണ് ചാലിയാർ ഉത്സവം. ചാലിയാർ ദോഹയുടെ വിവിധ പഞ്ചായത്തുകളിൽ നിന്നുള്ള അംഗങ്ങൾ അവതരിപ്പിക്കുന്ന സിനിമാറ്റിക് ഡാൻസ്, ഒപ്പന, സ്കിറ്റ്, കോൽക്കളി, തിരുവാതിര തുടങ്ങിയവ അരങ്ങേറും. പിന്നണി ഗായകരായ ബാദുഷയും സൽമാനും നയിക്കുന്ന സംഗീത വിരുന്നും ഒരുക്കിയിട്ടുണ്ട്. പ്രവേശനം സൗജന്യമാണ്. ചാലിയാർ ദോഹ എന്ന് പറയുന്നത് 24 പഞ്ചായത്തുകളുടെ കൂട്ടായ്മയാണ്. ഞങ്ങളുടെ സംസ്കാരം ആ ചാലിയാർ പുഴയാണ്. അപ്പോൾ ഞങ്ങളുടെ എല്ലാവരുടെയും ടേസ്റ്റ് സെയിമാണ്. ആ ടേസ്റ്റ് തന്നെയാണ് ഞങ്ങൾ ഇതിൽ വ്യത്യസ്തമാക്കുന്നത്. പല പ്രോഗ്രാമുകളും എല്ലാവർക്കും ഒരേപോലെ ആസ്വദിക്കാൻ പറ്റുന്ന പ്രോഗ്രാംസാണ് നമ്മൾ. പക്ഷെ നമ്മൾ ചെയ്യുന്നത് പബ്ലിക് എല്ലാവർക്കും വേണ്ടിയിട്ടാണെങ്കിലും നമ്മളെ ഐഡന്റിറ്റിയാണ് നമ്മളവിടെ ആളുകൾക്ക് മുന്നിൽ സമർപ്പിക്കുന്നത്. ചാലിയാർ പുഴയുടെ തീരത്തുള്ള 24 പഞ്ചായത്തുകളുടെ കൂട്ടായ്മയാണ് പരിസ്ഥിതി സംഘടനയായ ചാലിയാർ ദോഹ. മഷൂദ് VC തിരുത്തിയാട്, CT സിദ്ദിഖ് ചെറുവാടി, സാബിഖുസലാം എടവണ്ണ, അബ്ദുൽ അസീസ് ചെറുവണ്ണൂർ തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. മീഡിയ 1 ദോഹ. ഹായിലിൽ 40-ലധികം പാർക്കുകൾ നിർമ്മിക്കാനൊരുങ്ങി സൗദി അറേബ്യ. മുനിസിപ്പാലിറ്റിയുടെ നേതൃത്വത്തിലായിരിക്കും പദ്ധതി. താമസ കേന്ദ്രങ്ങളോട് ചേർന്നാണ് ഇവ ഒരുക്കുക. ഉദ്ഘാടനം ഹായിൽ അമീർ നിർവഹിച്ചു. സൗദിയിലെ ഹായിലിന്റെ വിവിധ ഭാഗങ്ങളിലായിട്ടാണ് പാർക്കുകൾ ഒരുക്കുക. 46 പുതിയ പാർക്കുകൾ ഒരുക്കാനാണ് പദ്ധതി. മുനിസിപ്പാലിറ്റിയുടെ നേതൃത്വത്തിലായിരിക്കും നിർമ്മാണം. താമസ സ്ഥലങ്ങളോട് ചേർന്ന് വിനോദേടങ്ങൾ ഒരുക്കുകയാണ് ലക്ഷ്യം. മൊത്തം 3,54,000 ചതുരശ്ര മീറ്റർ ഭൂമിയാണ് ഇതിനായി വികസിപ്പിക്കുക. 92,000 ചതുരശ്ര മീറ്ററിലധികം സ്ഥലത്ത് പച്ചപ്പ് നിറഞ്ഞ ഉദ്യാനങ്ങൾ ഒരുക്കും. പദ്ധതിയുടെ ഭാഗമായി സജ്ജീകരിക്കുക കുട്ടികൾക്കായി 62 കളിസ്ഥലങ്ങളായിരിക്കും. നഗര സൗന്ദര്യവൽക്കരണ പദ്ധതിയുടെ ഭാഗമായാണ് തീരുമാനം. ജീവിത നിലവാരം ഉയർത്തുക, വിനോദ സംവിധാനങ്ങൾ വികസിപ്പിക്കുക തുടങ്ങിയവയും ലക്ഷ്യമാണ്. വിശാൽ ചെർപ്പുളശ്ശേരി, മീഡിയ 1, റിയാദ്. നാട്ടിലെ പോലെ പ്രവാസ ലോകത്തും ഡിമാൻഡാണ് ഫുട്ബോൾ അനൗൺസർമാർക്ക്. സൗദിയിൽ ഫുട്ബോൾ സീസൺ എത്തിയതോടെ കളി പറഞ്ഞ് മൈതാനങ്ങളെ ആവേശത്തിലാക്കുകയാണിവർ. വന്നാലും ഇവരുടെ തട്ട് താണു തന്നെയിരിക്കും. മക്കയിൽ നിന്ന് ഫുട്ബോളിൽ കമന്ററി പറയുന്ന ഷിഹാബിന്റെ കഥ കാണാം. എതിരാളികളുടെ ആക്രമണത്തിന്റെ കുന്തമുനകളിൽ നിന്നും ഒരു പുൽച്ചാടിയെപ്പോലെ വെട്ടിയൊഴിഞ്ഞ് എതിരാളികളുടെ വലക്കണ്ണികളും ഫുട്ബോൾ പ്രേമികളുടെ മനക്കണ്ണുകളും ഇളക്കിയുണർത്തി ആധുനിക കാൽപന്ത് കളിയുടെ വർണ്ണവിസ്മയ കാഴ്ചകൾ കായിക പ്രേമികൾക്ക് മുന്നിൽ അവതരിപ്പിച്ച് കായിക പ്രേമികളുടെ കണ്ണിനും മനസ്സിനും കുളിർമയേകുന്ന കാൽപന്ത് കളിയുടെ വിസ്മയ കാഴ്ചകളുമായി മുന്നേറ്റ നിരയിൽ പ്രഗത്ഭരായ താരങ്ങൾ. ഒരു കാലത്ത് നാട്ടിൻപുറങ്ങളിലെ സെവൻസ് രാത്രികൾക്ക് ആവേശം പകർന്നിരുന്നതാണ് ഷിഹാബ്. ആധുനിക കാൽപന്ത് കളിയുടെ 18 അടവുകളും അതുക്ക് മേലെയും സ്വായത്തകമാക്കിയ ആധുനിക കാൽപന്ത് കളിയുടെ മിഷിഹ മെസ്സി. ജീവിതം ആ ശബ്ദം കൊണ്ട് പിടിച്ചു കെട്ടാവുന്നതല്ല. അങ്ങനെ എത്തിയതാണ് മക്കയിൽ. അംഗപ്പണം നൽകി അഗ്രഗണ്യരായ അംഗചേകവന്മാരെ അംഗത്തട്ടിലെത്തിക്കുന്ന ആധുനിക കാൽപന്ത് കളിയുടെ 18 അടവുകളും പയറ്റി തെളിഞ്ഞ പടയണി. മികച്ച കാലാവസ്ഥ എത്തിയതോടെ സൗദിയിലും മൈതാനങ്ങൾ നിറയുന്ന സമയമാണിത്. വിവിധ കൂട്ടായ്മകൾക്ക് കീഴിൽ 100 കണക്കിന് ടൂർണമെന്റുകളുണ്ട്. പച്ചപ്പുൽത്തകടിയിൽ ചാഞ്ചാടി നിൽക്കുന്ന പൂ പോലെ ഗോൾ ബാറിന് കീഴെ മിന്നുന്ന സേവുകളുമായി ടീമിന്റെ രക്ഷകനാകുന്ന ഗോൾ കീപ്പർ. ഗോൾ ബാറിന് കീഴെ കഴുകന്റെ കണ്ണുകളോടെ കാവലിരുന്ന് ഗോൾ വലയം ഭേദിക്കാനെത്തുന്ന എതിരാളികളുടെ ചാട്ടുളി കണക്കെയുള്ള ബോളുകളെ നിഷ്പ്രയാസം തന്റെ കരവലയത്തിലൊതുക്കുന്ന പ്രഗത്ഭനായ ഗോൾ കീപ്പറെ ഗോൾ വലയമേൽപ്പിച്ചു. ഇവിടെ കാറ്റ് നിറച്ചൊരു പന്തും ഒരു മാർക്ക് ചെയ്തൊരു കളിക്കളവും ഉണ്ട് എന്നുണ്ടെങ്കിൽ അതിൽ ആവേശത്തിന് ഒരു കുറവുമില്ല. ഇവിടെ പിന്നെ എന്ന് പറഞ്ഞാൽ കളികൾ നടക്കുമ്പോൾ ആ കളിക്കളത്തിൽ ഇറങ്ങുന്ന ടീമുകൾ അവരെ ആ പേരും പെരുമയും നിലനിർത്താൻ അത്രയും സെറ്റപ്പ് ടീമുകളെ എല്ലാ പ്രാവശ്യവും കളിക്കളത്തിലെത്തിക്കും. അത് കളിക്കാർ തമ്മിലുള്ള വാശിയുണ്ട്, ക്ലബ്ബുകൾ തമ്മിലുള്ള വാശിയുണ്ട്. പ്രവാസ ലോകത്തും കഴിവ് മറച്ചു വെക്കാനാവുന്നില്ല. മാറ്ററുകൾ സെറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ പദങ്ങൾ, അതിൻ്റെ പ്രായോഗിക തലങ്ങൾ, അതോടൊപ്പം തന്നെ പ്രാസം ഒപ്പിച്ചിട്ടുള്ള ആ ഒഴുക്കിലുള്ള പറച്ചിലുകൾ, അതൊക്കെ അതിൽ വലിയൊരു ഘടകമാണ്. അത് നമ്മൾ ആ പറയുന്ന ആവേശം കാണികൾ ഉൾക്കൊള്ളുമ്പോഴാണ് ഒരു അനൗൺസർ സക്സസ് ആകുന്നത്. ആ രീതിയിൽ നമ്മൾ നല്ല ഹോംവർക്ക് ചെയ്യുമ്പോൾ അതിനനുസരിച്ചുള്ള റിസൾട്ടുകൾ നമുക്ക് കിട്ടും. നമ്മൾ ഇത്രയും കാലത്തെ പരിചയത്തിൽ ഉള്ള ഒരു വിഷയമാണ് അത്. നമ്മൾ നന്നായിട്ട് ഹോംവർക്ക് ചെയ്ത് ഒരു കാര്യത്തെക്കുറിച്ച് പഠിച്ച് അതിനുള്ള മാറ്ററുകൾ സെറ്റ് ചെയ്യുമ്പോൾ അത് ആളുകളിലേക്ക് പെട്ടെന്ന് ക്യാച്ച് ചെയ്യുകയും അതിനുള്ള റെസ്പോൺസ് നമുക്ക് അപ്പം തന്നെ ലഭിക്കുകയും ചെയ്യും. അത് ഈ നേരിട്ടുള്ള ഈ അനൗൺസ്മെൻറ്റിൽ നമ്മൾ വണ്ടിയിൽ നാട്ടിൽ അനൗൺസ് ചെയ്യുമ്പോഴും ഇവിടെ കളിക്കളത്തിൽ അനൗൺസ് ചെയ്യുമ്പോഴുള്ള ഒരു പ്രത്യേകതയാണ്. കളിപറച്ചിലിന് സപ്പോർട്ടായി സൗദി സ്പോൺസറും കൂടെയുണ്ട്.
ഒരു 10-15 വർഷത്തെ പിന്നെ അവരുമായിട്ടൊരു പരിചയമുണ്ട്. അപ്പോൾ അവർക്കറിയാം ഞാൻ ഇങ്ങനെ ഫീൽഡിൽ വർക്ക് ചെയ്യുന്നതൊക്കെ നമ്മൾ ആവേശം പോലും അറിയാം. അപ്പോൾ സ്വാഭാവികമായിട്ട് വ്യാഴാഴ്ച കുറച്ച് നേരത്തെ പോകാൻ അവർ സമ്മതിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ വ്യാഴാഴ്ച ഒരു മഗ്‌രിബിന് ശേഷം കടയിൽ നിന്ന് ഇറങ്ങിയാൽ നേരെ ജിദ്ദയിൽ വരും. വ്യാഴം വെള്ളിയും കൂടുതലായിട്ട് ജിദ്ദയിൽ പ്രോഗ്രാമുകളായിട്ടും കളികളായിട്ടൊക്കെ ഉണ്ടാവും. അപ്പോൾ അവരുടെ വലിയൊരു സപ്പോർട്ട് അതിലുണ്ട്. AI വന്നെങ്കിലും ലൈവ് അനൗൺസ്മെന്റ് ഒന്ന് വേറെ തന്നെയാണ്. ഇപ്പോൾ എന്തൊക്കെ സംവിധാനങ്ങൾ വന്നാലും ആ ലൈവ് അനൗൺസ്മെന്റിന്റെ ഒരു ആവേശം ഉണ്ടാക്കിയെടുക്കാൻ ഈ റെക്കോർഡിങ്ങുകൾക്കും AI സംവിധാനങ്ങൾക്കും ഒന്നും കഴിയില്ല എന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ. ഇപ്പോൾ നമ്മൾ ഒരു അങ്ങാടിയിലൂടെ കടന്നു പോകുമ്പോൾ നമ്മൾ റെക്കോർഡ് ചെയ്ത് വെച്ച സാധനമാണെങ്കിൽ അതിലുള്ളതേ വരൂ. പക്ഷേ ഏതാ സ്ഥാനത്ത് ഇപ്പോൾ നാട്ടിലെ ഒരു സൂപ്പർ സ്റ്റുഡിയോ മലപ്പുറം, ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോഴിക്കോട് നമ്മൾ കളിക്കുമ്പോൾ നമ്മൾ കടന്നു പോകുന്നത് സൂപ്പർ സ്റ്റുഡിയോൻ്റെ ഫാൻസുള്ള ഒരു അങ്ങാടിയിലൂടെയാണ് എന്നുണ്ടെങ്കിൽ അവിടെ ബ്ലാക്ക് ആൻഡ് വൈറ്റിനെ പറ്റി പറഞ്ഞാൽ അതുകൊണ്ട് കാര്യമില്ല. അപ്പോൾ അവിടെ നമുക്ക് ആ സാഹചര്യത്തിനനുസരിച്ച് പറയണമെന്നുണ്ടെങ്കിൽ നമുക്ക് ലൈവ് അനൗൺസ്മെൻറ്റ് നടക്കുള്ളൂ. മുറുക്കിയെടുത്ത മുണ്ടും മുറിക്കയ്യൻ ബനിയനുമായി നഗ്നപാദങ്ങളായി ബൂട്ടണിഞ്ഞ ബ്രിട്ടീഷുകാരോട് മലപ്പുറം കോട്ടപ്പടി സ്റ്റേഡിയത്തിൽ ഏറ്റുമുട്ടി വിജയം കീഴടക്കിയ മാപ്പിളയുടെ പട. അത് നമ്മൾ മലപ്പുറത്തിനെ കുറിച്ചിട്ട് അന്ന് അത് ഈ പഴയ ആവേശം ഇതിലോട്ട്, അത് നമ്മളെ ഈ പടപ്പാട്ടുകളും അതുപോലെ തന്നെ ആ സംവിധാനങ്ങളൊക്കെ ഇതിലോട്ട് ഈ ആവേശം ഉണ്ടാക്കുന്നതിന് വേണ്ടി ഉപയോഗപ്പെടുത്തുന്ന ഒരു ശൈലി. ഏറെ പ്രതീക്ഷയോടെ സൗദിയിൽ വിരുന്നെത്തുന്ന ലോകകപ്പിനെ കാത്തിരിക്കുകയാണ് ഷിഹാബും. ലോകകപ്പ് വന്നാൽ ഇനി അത് എത്രത്തോളം ആവേശമായിട്ട് മാറും എന്നുള്ളത് വലിയ നമ്മൾ കാത്തിരുന്ന് കാണേണ്ടത് ഒരിതാണ്. ഇവിടെ നടക്കുന്ന ചെറിയ ഒരു കളികളുടെ തന്നെ അവസ്ഥ ഇതാണെന്നുണ്ടെങ്കിൽ വേൾഡ് കപ്പ് പോലെ ഒരു മഹാമാമാങ്കം സൗദിയിൽ ആദ്യമായിട്ട് എത്തുമ്പോൾ ഇവിടുത്തെ സ്വദേശികളെക്കാൾ കൂടുതൽ പക്ഷേ ആവേശത്തിൽ വിദേശികൾ അതിൻ്റെ സപ്പോർട്ടീവായിട്ടും അതിൻ്റെ കാണികളായിട്ടും ഉണ്ടാവും എന്നുള്ളൊരു വലിയൊരു ചിന്തനയുണ്ട്. ഇലക്ഷൻ നാട്ടിലാണെങ്കിലും ആവേശം കടൽ കടക്കുന്നു. വരാനിരിക്കുന്ന ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ 20ാം വാർഡിൽ നിന്നും ജനവിധി തേടുന്ന ജനകീയ ജനപ്രിയ സാരഥി, നാം അറിയുന്ന നമ്മെ അറിയുന്ന, നാടറിയുന്ന നാടിനെ അറിയുന്ന, നാടിൻ്റെ സുഖത്തിലും ദുഃഖത്തിലും നമ്മിലൊരുവനായി നമ്മോടൊപ്പം നിലകൊള്ളുന്ന ജനകീയ ജനപ്രിയ സാരഥി, ഏവർക്കും പ്രിയങ്കരനായ, അങ്ങനെ അതിലെ ചിഹ്നം കാര്യങ്ങളും എടുത്തു പോകും. അങ്ങനെ ചിഹ്നം പറഞ്ഞതിന് ശേഷം ഇന്ന ആൾക്ക് ഇന്ന അടയാളത്തിൽ വോട്ട് രേഖപ്പെടുത്തണമേ എന്ന് സ്നേഹനിധികളായ ഉമ്മ പെങ്ങന്മാരോട്, ജ്യേഷ്ഠത്തി അനുജത്തിമാരോട്, ജ്യേഷ്ഠൻ അനുജന്മാരോട്, ഇത്ത കാരണവന്മാരോട് ഹൃദയത്തിൻ്റെ ഭാഷയിൽ സ്നേഹത്തിൻ്റെ സ്വരത്തിൽ അഭ്യർത്ഥിക്കും. തിരഞ്ഞെടുപ്പ് ആരവം മുറുകുന്നതോടെ ഷിഹാബും ഇഞ്ചുറി ടൈമിലേക്ക് മാറും. സാബിത് സലീം, മീഡിയ 1, ജിദ്ദ. ഖത്തർ ആതിഥേയത്വം വഹിക്കുന്ന അറബ് കപ്പിന്റെ ടിക്കറ്റ് വിൽപ്പന താൽക്കാലികമായി നിർത്തിവെച്ചു. 20 വരെയാണ് നിർത്തിയത്. കാരണം വ്യക്തമാക്കിയിട്ടില്ല. നവംബർ 21 മുതൽ വിൽപ്പന പുനരാരംഭിക്കുമെന്നും പ്രാദേശിക സംഘാടക സമിതി അറിയിച്ചു. ഡിസംബർ 1 മുതൽ 18 വരെയാണ് ഫിഫ അറബ് കപ്പ്. കുവൈത്തിലെ പ്രമുഖ ഗാർഹിക തൊഴിലാളി റിക്രൂട്ട്മെന്റ് ഓഫീസിൽ നടത്തിയ പരിശോധനയിൽ മനുഷ്യക്കടത്തും നിയമവിരുദ്ധ വിസ ഇടപാടുകളും കണ്ടെത്തിയതായി ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു. പരിശോധനയ്ക്ക് പിന്നാലെ ഓഫീസിലെ ജീവനക്കാരെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. തൊഴിലുടമകളുടെ പേരിൽ ഗാർഹിക തൊഴിലാളികളെ റിക്രൂട്ട് ചെയ്ത് രാജ്യത്തെത്തിച്ച ശേഷം ഓരോരുത്തരെയും നിയമവിരുദ്ധമായി കൈമാറ്റം ചെയ്തതായി അന്വേഷണത്തിൽ കണ്ടെത്തി. ഖത്തറിലെ പ്രവാസി മലയാളി കുട്ടികളുടെ സൗഹൃദ കൂട്ടായ്മയായ മില്ലേനിയം കിഡ്സ് ക്വിസ് മെഗാ ഷോ സംഘടിപ്പിക്കുന്നു. ദോഹയിലെ വിവിധ സ്കൂളുകളിൽ നിന്നുള്ള കുട്ടികൾ മത്സരത്തിന്റെ ഭാഗമാകും. 25ാം വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി കേരളം നമ്മുടെ കേരളം എന്ന വിഷയത്തിലാണ് ക്വിസ് മത്സരം. വ്യാഴം വെള്ളി ദിവസങ്ങളിൽ ദോഹ ഒലിവ് ഇന്റർനാഷണൽ സ്കൂൾ ഷോക്ക് വേദിയാകും. കേരളത്തിൻ്റെ കല, സാഹിത്യം, സംസ്കാരം, കായികം തുടങ്ങിയ മേഖലകളിൽ പ്രവാസി വിദ്യാർത്ഥികൾക്ക് കൂടുതൽ അറിവും അഭിമാനവും വളർത്തുകയാണ് മത്സരത്തിൻ്റെ ലക്ഷ്യം. ആദ്യമായിട്ടാണ് 450 ടീംസിന് വേണ്ടി കൂടുതൽ ആൾക്കാർ പങ്കെടുക്കുന്നത്. അതിൽ ഞങ്ങൾ എഴുത്തു പരീക്ഷയിലൂടെ ഒരു 50 ടീംസിനെ തിരഞ്ഞെടുക്കുന്നു. എന്നിട്ട് സെമി ഫൈനലിൽ സ്റ്റേജിൽ വെച്ച് നടത്തി ഈ 25 ടീമിൽ നിന്ന് 16 പേരെ ഫൈനലിലേക്ക് നമ്മൾ സെലക്ട് ചെയ്യുന്നു. അങ്ങനെ ജൂനിയേഴ്സിന് 8ഉം സീനിയേഴ്സിന് 8ഉം പേരായിരിക്കും മത്സരത്തിൽ സ്റ്റേജിലുണ്ടാകുന്നത്. ഡിസംബർ 5-ന് ഇന്ത്യൻ കൾച്ചറൽ സെന്ററിൽ നടക്കുന്ന വാർഷികാഘോഷ പരിപാടിയിൽ ജേതാക്കൾക്കുള്ള സമ്മാനങ്ങൾ വിതരണം ചെയ്യും. ഹരീഷ് സന്തോഷ്, പല്ലവി സുധാകരൻ, രതീഷ് പാറപ്പുറത്ത് തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. മീഡിയ 1, ദോഹ. UAE കക്കാട് മഹല്ല് കൂട്ടായ്മയുടെ ഗോൾഡൻ ജൂബിലി ആഘോഷ സമാപനം നവംബർ 30-ന് നടക്കും. ഞായറാഴ്ച രാവിലെ 9 മണി മുതൽ ദുബായ് അൽസലാം കമ്മ്യൂണിറ്റി സ്കൂളിലാണ് പരിപാടി നടക്കുക.
ദോഹയിൽ കരിയർ അസിസ്റ്റന്റ് റിസർച്ച് ആൻഡ് എഡ്യൂക്കേഷൻ സംഘടിപ്പിച്ച വിജ്ഞാന ക്യാമ്പയിൻ ശ്രദ്ധേയമായി. ക്യാമ്പയിന്റെ ഭാഗമായി വിവിധ സെഷനുകൾ, വർക്ക്ഷോപ്പുകൾ, കരിയർ കഫേ, പാനൽ ചർച്ചകൾ എന്നിവ സംഘടിപ്പിച്ചു. വിവിധ സെഷനുകൾക്ക് ഡോക്ടർ മുഹമ്മദ് ഷാക്കിർ, ഡോക്ടർ താജ് ആലുവ, നുവൈദ് പോക്കർ തുടങ്ങിയവർ നേതൃത്വം നൽകി. ദുബായ് KMCC വുമൺ ഓഫ് വിഷൻ നേതൃത്വ ശാക്തീകരണ ശില്പശാല സംഘടിപ്പിച്ചു. കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച പരിപാടി KMCC നേതാവ് യഹ്യ തളങ്കര ഉദ്ഘാടനം ചെയ്തു. ആയിഷ മുഹമ്മദ്, TA ഷാഫി, അബ്ദുൽ ഖാദർ തുടങ്ങിയവർ പങ്കെടുത്തു. ബഹ്റൈനിൽ കാലാവധി കഴിഞ്ഞവർക്ക് പെർമിറ്റുകൾ പുതുക്കുന്നതിന് പിഴ ഈടാക്കുന്നതിന് മുൻപ് 30 ദിവസത്തെ അധിക ഗ്രേസ് പീരീഡ് നൽകാൻ നിയമനിർമ്മാണ നിർദ്ദേശം ഷൂറ കൗൺസിൽ തള്ളി. ഈ നടപടി അനാവശ്യമാണെന്നും നിലവിലെ ലേബർ മാർക്കറ്റ് നിയന്ത്രണങ്ങളെ ദുർബലപ്പെടുത്തുന്നുവെന്നും അഭിപ്രായപ്പെട്ടാണ് നിർദ്ദേശം തള്ളിയത്. സൗദിയിൽ ലുലു ഗ്രൂപ്പിന്റെ വാല്യൂ ഷോപ്പിംഗ് പദ്ധതിയുടെ ഭാഗമായി ലോഡ് സ്റ്റോറിന് ജിദ്ദയിൽ തുടക്കമായി. അൽ റവാബിയിലെ ലുലു ഹൈപ്പർ മാർക്കറ്റിലാണ് പുതിയ ലോഡ് പ്രവർത്തനം ആരംഭിച്ചത്. ജിദ്ദയിൽ ആദ്യത്തെ ലോഡ് സ്റ്റോറിനാണ് ഇതോടെ തുടക്കമായത്. പുതിയ സ്റ്റോറിൽ കൂടുതൽ ഉൽപ്പന്നങ്ങളും 22 റിയാലിന് താഴെ വരെയായിരിക്കും വിലയും വരിക. ലുലു ഗ്രൂപ്പിന്റെ വാല്യൂ ഷോപ്പിംഗ് പദ്ധതിയുടെ ഭാഗമായാണ് ലോഡ് സ്റ്റോറിന് തുടക്കമിട്ടത്. ആരംഭിച്ചത് ജിദ്ദയിലെ ആദ്യത്തെ ലോഡ് സ്റ്റോർ കൂടിയാണ്. കുറഞ്ഞ നിരക്കിൽ മികച്ച ഉൽപ്പന്നങ്ങൾ ഉപഭോക്താക്കൾക്ക് ലഭ്യമാക്കുകയാണ് ലക്ഷ്യം. പുതിയ സ്റ്റോറിൽ കൂടുതൽ ഉൽപ്പന്നങ്ങളും 22 റിയാലിന് താഴെയായിരിക്കും വില വരിക. 38,000 സ്ക്വയർ ഫീറ്റിലാണ് പുതിയ സ്റ്റോർ പ്രവർത്തിക്കുക. വീട്ടുപകരണങ്ങൾ, കിച്ചൺ വെയർ, ഫാഷൻ ഉൽപ്പന്നങ്ങൾ, ബ്യൂട്ടി പ്രൊഡക്ട്സ്, പ്രാദേശിക അന്താരാഷ്ട്ര ഉൽപ്പന്നങ്ങളുടെ വലിയ ശേഖരം എന്നിവ ലഭ്യമാക്കിയിട്ടുണ്ട്. നിലവിൽ ഹഫർ അൽബത്തിൻ, അൽനാസ, സെയ്ഹത്ത്, മലസ്, റുസൈഫ എന്നിവിടങ്ങളിൽ ലുലു ലോഡ് സ്റ്റോറുകൾ പ്രവർത്തിക്കുന്നുണ്ട്. മീഡിയ 1 റിയാദ്. ഖത്തറിൽ വാക് സംഘടിപ്പിച്ച ഈസക മെമ്മോറിയൽ വാക് റിയാദ കപ്പ് സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റിൽ ഓർബിറ്റ് FC ജേതാക്കളായി. ഫൈനലിൽ മാറ്റ്സ് ഖത്തറിനെയാണ് ഓർബിറ്റ് തോൽപ്പിച്ചത്. ദോഹയിലെ ജെം സ്കൂൾ ഗ്രൗണ്ടിൽ നടന്ന ടൂർണമെന്റിൽ 14 ടീമുകൾ മാറ്റുരച്ചു. ഇന്ത്യൻ സ്പോർട്സ് സെന്റർ പ്രസിഡന്റ് EP അബ്ദുറഹ്മാൻ ഉദ്ഘാടനം ചെയ്തു. ജേതാക്കളായ ഓർബിറ്റ് FCക്ക് ഇന്ത്യൻ സ്പോർട്സ് സെന്റർ ജനറൽ സെക്രട്ടറി ഹംസ യൂസുഫ് ട്രോഫി കൈമാറി. റാഷിൽ PV, ആഷിഖ് PC, അഷ്റഫ് കാമശ്ശേരി തുടങ്ങിയവർ നേതൃത്വം നൽകി. UAE ഖത്തർ ഓപ്പൺ ബാഡ്മിന്റൺ സീസൺ 4 ഡിസംബർ 3 മുതൽ മെഷാഫിലുള്ള ബീറ്റ ക്രാംബ്രിഡ്ജ് സ്കൂളിൽ നടക്കും. ഖത്തറിലെ മുഴുവൻ അക്കാദമികളുടെയും കൂട്ടായ്മയായ BQABയുമായി സഹകരിച്ചാണ് ടൂർണമെന്റ് സംഘടിപ്പിക്കുന്നത്. ടൂർണമെന്റ് ഓർഗനൈസിംഗ് കമ്മിറ്റിയിൽ ആഷിഫ് ഹമീദിനെ ടൂർണമെന്റ് ഹെഡായി തെരഞ്ഞെടുത്തു. ചെയർമാനായി സഫീറിനെയും വൈസ് ചെയർമാനായി സക്കറിയ സഹീറിനെയും തെരഞ്ഞെടുത്തു. 500-ലധികം താരങ്ങൾ പങ്കെടുക്കും. ശാസ്ത്ര സാങ്കേതിക ലോകത്തെ പുതിയ സാധ്യതകളും ആശയങ്ങളും അവതരിപ്പിച്ച് നോടെക് പ്രദർശനം സമാപിച്ചു. ഖത്തറിലെ 14 ഇന്ത്യൻ സ്കൂളുകളിൽ നിന്നുള്ള 300ഓളം മത്സരാർത്ഥികൾ പങ്കെടുത്തു. ക്യാമ്പസ് വിഭാഗത്തിൽ നോബൽ ഇന്റർനാഷണൽ സ്കൂൾ ഓവറോൾ ചാമ്പ്യന്മാരായി. ES ഇന്ത്യൻ സ്കൂൾ, പൊദാർ പേൾസ് സ്കൂൾ, മെഷാഫ് യഥാക്രമം 2, 3 സ്ഥാനങ്ങൾ നേടി. സോൺ വിഭാഗത്തിൽ ഹിലാൽ സോൺ 1ാം സ്ഥാനവും ഗരാഫ സോൺ 2ാം സ്ഥാനവും നേടി. എക്സ്പോ പവലിയനിൽ ICC പ്രസിഡന്റ് AP മണികണ്ഠൻ ഉദ്ഘാടനം ചെയ്തു. സൗദിയിലെ ജിദ്ദയിൽ റിസാല സ്റ്റഡി സർക്കിൾ സംഘടിപ്പിച്ച എക്സ്പോ സമാപിച്ചു. നോടെക് 3.0 എന്ന പേരിലായിരുന്നു എക്സ്പോ. വിദ്യാർത്ഥികൾക്കും യുവാക്കൾക്കും വിവിധ മത്സരങ്ങളും എക്സ്പോയുടെ ഭാഗമായി ഒരുക്കിയിരുന്നു. ശാസ്ത്ര സാങ്കേതിക രംഗത്തെ പുത്തൻ അറിവുകൾ പകർന്നു നൽകുന്നതായിരുന്നു എക്സ്പോ. ജിദ്ദയിലെ വിവിധ സ്കൂളുകൾ അണിനിരുന്ന സയൻസ് എക്സിബിഷനിൽ അൽവുറുദ് ഇന്റർനാഷണൽ സ്കൂൾ ജേതാക്കളായി.
കരിയർ ഗൈഡൻസ്, ഐ ടോക്ക് തുടങ്ങി വിവിധ സെഷനുകൾ എക്സ്പോയുടെ ഭാഗമായി. ഡോക്ടർ ഫയാസ് റഹ്മാൻ ഖാനെ പുരസ്കാരം നൽകി ചടങ്ങിൽ ആദരിച്ചു. അബ്ദുൾ റഷീദ്, ഫസീൻ അഹമ്മദ്, റഫീഖ് ചുങ്കത്തറ, സുഹൈൽ കാടാച്ചിറ തുടങ്ങി നിരവധി പ്രമുഖർ സംബന്ധിച്ചു. സാബിത് സലീം, മീഡിയ 1, ജിദ്ദ.